ആദ്യമായിട്ട് അവിടെ ജോലിക്ക് കയറിയപ്പോൾ DMM ഞങ്ങളുടെ ഇങ്ങോട്ട് പറഞ്ഞത് നിങ്ങൾ കസ്റ്റമേഴ്സിന്റെ പേയ്മെന്റ് ഒക്കെ നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടിൽ മേടിച്ചാൽ മതി. കാരണം എന്റെ അക്കൗണ്ടിൽ മേടിച്ചാൽ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ബാങ്കിന്റെ ഇഷ്യൂസ് വരുന്നുണ്ട്. ആദ്യം നമ്മുടെ അങ്ങനെയാണ് പറയുന്നത്. നിന്നെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി അക്കൗണ്ടിൽ മേടിച്ചാൽ മതി, എന്നിട്ട് വീക്കിലിയോ മന്ത്ലിയോ ഞാൻ എപ്പോഴാണോ വരുന്ന ആ സമയത്ത് നിങ്ങൾ എനിക്ക് ക്യാഷ് ആയിട്ട് കയ്യിൽ തന്നാൽ മതി എന്നാണ് DMM നമ്മളെ അറിയിച്ചിരുന്നത്. നന്ദി കാണിക്കണമെന്ന് കരുതി കണ്ട കാര്യം പറഞ്ഞത്. പിന്നീട് കുറെ നാൾ കഴിഞ്ഞ ശേഷമാണ് DSC ഇങ്ങനെ ഞങ്ങൾക്ക് പറയുന്നത് നമുക്ക് ടാക്സിന്റെ ഒക്കെ ഇഷ്യൂസ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ പേയ്മെന്റ് ഡീറ്റെയിൽസ് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത്. അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. ബാങ്ക് സ്റ്റേറ്റ്മെന്റ് റിവ്യൂ ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നിങ്ങളുടെ ഇതിലേക്ക് എത്ര കാണാം. നമുക്ക് ഒരു സാധാരണ ഒരാളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഒക്കെ നമുക്ക് മനസ്സിലാവുമല്ലോ. നാണാവില്ലോടോ എനിക്ക്, നല്ല ആരോഗ്യമുണ്ടല്ലോ, പണിയെടുത്ത് ജീവിച്ചൂടെ? പെട്ടെന്ന് ഒരു ഐഡിയ തോന്നിയതാ സാർ. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കണം നിങ്ങൾ ഇതിൽ നിന്ന് എത്ര കാശ് ഉണ്ടാക്കി എന്നുള്ളത്. കാരണം നിങ്ങൾ 5 ലക്ഷം എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കൊള്ളാത്ത നിങ്ങളെ നമ്മളെങ്ങനെ വിശ്വസിക്കാം? നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ആര് പറഞ്ഞു? മത്തായി സാറേ, രഹസ്യങ്ങൾ ചോരുന്നുണ്ട് കേട്ടോ. ഒറ്റക്കെട്ടാകുമ്പോ ഒരുമിച്ച് പോകാലോ, കൂട്ട് കാണും. എന്തൊക്കെ ബഹളമായിരുന്നു. മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ബോംബ്. പിന്നെ ഒന്നും ഒരു സെക്കൻഡ്, ഇത് ആരാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്? വിനിതയാണ് അവിടെ ആദ്യം വന്നത്. എത്ര നാള് മുമ്പാണ് ഇത് ആദ്യം അടിച്ചത്? ആ ടൈം ലൈൻ പറയും. അതല്ല ഉദ്ദേശം. നിങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തൂടെ? സത്യം പറഞ്ഞാൽ നമുക്കിത് ക്ലീൻ ആയിട്ട് ഡീൽ ചെയ്യാം. ജയിലിൽ കിടന്ന് ഉണ്ട തിന്നുണ്ടെങ്കിൽ ഒരു സൊല്യൂഷൻ പറഞ്ഞുതരാം. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഈ ചോദിക്കുന്നത് പോലെ പോലീസ് ആയിരിക്കും എന്ന് ചോദിക്കുന്നത്. വല്ല ആവശ്യമുണ്ടോ അതിന്റെയൊക്കെ? നമുക്ക് ആഗ്രഹമില്ല. തനിക്കിനി എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് ഒരിടത്ത് പോകണമെന്നില്ല, കാരണം നമുക്ക് അതിനുള്ള സമയമില്ല, സാവകാശമില്ല. പക്ഷെ ചെയ്തേ പറ്റൂന്ന് വെച്ചാൽ നമുക്ക് വേറെ വഴിയില്ല. കുളിച്ച് മിടുക്കനായിട്ട് നിൽക്കുക, പണി ഞാൻ തരുന്നുണ്ട്. കാരണം ഇത് അവള് തമാശക്ക് ചെയ്യുന്ന ബിസിനസ് അല്ല, ഇത് അവളുടെ ജീവിതത്തിന്റെ ജോലിയാണ്. പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര. I think we should be calling the police. We should be calling the police. ബുദ്ധിപൂർവ്വം നീങ്ങിയാൽ നമുക്ക് രക്ഷപ്പെടാൻ വഴിയുണ്ട്. എങ്ങനെ? കറക്റ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പൊ എന്റെ ഫോൺ എടുത്ത് ഞാൻ DSCയുടെ സ്ക്രീൻഷോട്ട്സ് കാണിച്ചു തരാം. നമ്മൾ ഓഫീസിൽ ഒരു പ്ലാസ്റ്റിക് കവർ എവിടെ വയ്ക്കുന്നത് CCTV നോക്കി റൗണ്ട് ചെയ്ത് കാണിച്ചു തന്നിട്ട് പറയും അതെടുത്ത് അവിടെ നിന്ന് മാറ്റുന്നത്. അങ്ങനെ പറയുന്ന ഒരു വ്യക്തിയാണ് ദിയ. അപ്പൊ ആ ദിയ എന്തുകൊണ്ട് പേയ്മെന്റ് മാത്രം അത് CCTV ഉള്ള ഓഫീസിൽ ഞങ്ങളുടെ ഫോൺ കാണിച്ചു കൊടുത്ത് ഞങ്ങൾ പേയ്മെന്റ് മേടിച്ച ദിയ അറിഞ്ഞില്ല? ഇപ്പൊ ഞങ്ങളൊക്കെ സാധാരണക്കാരാണ്. ഇപ്പൊ ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു വീഡിയോ ഇട്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ ആരും വിശ്വസിക്കാനൊന്നും പോണില്ല. പക്ഷെ ദിയയുടെ ആ ഒരു പബ്ലിസിറ്റിയുടെ രീതി അതായിരുന്നു. ദിയ നമുക്ക് അയച്ചത് അങ്ങനെയാണ്. നാളത്തെ യൂട്യൂബിൽ നിങ്ങൾ ട്രെൻഡിങ് വണ്ണാവും, നിങ്ങൾ എന്റെ അടുത്ത് കരയുന്നതും ആ വീഡിയോസ് ഒക്കെ എന്റെ കയ്യിലുണ്ട്, ഞാൻ അത് വെച്ച് നിങ്ങളെ നാണം കെടുത്തും, നിങ്ങളെ ഞാൻ കൊല്ലും, ഞങ്ങൾക്ക് വധഭീഷണി വരെ മുഴക്കിയതാണ് ദിയ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.